കൊച്ചി കയർ ബോർഡിലെ ജീവനക്കാരി ജോളി മധുവിന്റെ മരണം അന്വേഷിക്കാൻ MSME മന്ത്രാലയം നിയോഗിച്ച സംഘം കൊച്ചിയിലെത്തി. 3 അംഗ സംഘമാണ് കയർ ബോർഡ് ആസ്ഥാനത്തെത്തിയിരിക്കുന്നത്. ലിബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലിബി, ഇപ്പോൾ ഈ പരാതിയിൽ ഒരു അനക്കമുണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മൊഴിയെടുക്കാനാണോ ഇപ്പോൾ 3 അംഗ സംഘം എത്തിയിരിക്കുന്നത്? ആരൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥർ? സ്മൃതി, അനക്കമുണ്ടാക്കാനാണോ അതോ അനക്കമില്ലാതാക്കാനാണോ ഈ വരവ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ വരവിൽ ഇവിടുത്തെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ കുടുംബവും തൃപ്തരല്ല. അല്പം മുമ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ 3 അംഗ സംഘം ഈ കൊച്ചിയിൽ, എനിക്ക് മുന്നിൽ കാണുന്ന കൊച്ചി കയർ ബോർഡ് ഓഫീസിലേക്ക് എത്തിയത്. നമ്മളെ ആരെയും, മാധ്യമപ്രവർത്തകരെ ഒന്നെയും ഗേറ്റിനകത്തേക്ക് കടത്തി വിടുന്നില്ല. ഫ്രണ്ടിലെ ഗേറ്റും ബാക്കിലെ ഗേറ്റും അടച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഈ വശത്താണ് കാറ് പാർക്ക് ചെയ്യുക എന്നുള്ള ഒരു സൂചന, ഇവിടെയാണ് പാർക്ക് ചെയ്യുക എന്ന സൂചന വന്നതിനെ തുടർന്നാണ് ഞങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നു നിന്നത്. അപ്പോൾ തിരിച്ച് മറ്റേ മറുഭാഗത്തെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിലൂടെയാണ് അകത്ത് കയറിയത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കാജൽ ജെയിൻ, DDG, അനിൽകുമാർ ഡെപ്യൂട്ടി സെക്രട്ടറി വിജിലൻസ്, അശോക് ശർമ്മ വിജിലൻസ് ഡയറക്ടർ. ഈ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ 3 അംഗ സംഘത്തെ കഴിഞ്ഞ ദിവസം ഈ പരാതി വിവാദമായതിനെ, ഈ ജോളി മധുവിൻ്റെ മരണം വിവാദമായ സാഹചര്യത്തിലാണ് MSME മന്ത്രാലയം ഇത്തരത്തിലൊരു അന്വേഷണ സമിതിയെ പെട്ടെന്ന് തന്നെ നിയോഗിച്ചത്. അപ്പോൾ തന്നെ കുടുംബം ഒരു ആശങ്ക പറഞ്ഞതായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് സ്വാധീനമുള്ളവരാണോ വരിക, അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സഹപ്രവർത്തകർക്കുമുണ്ട് അത്തരം ആശങ്ക, കുടുംബാംഗങ്ങൾക്കുണ്ട്. ഏതായാലും ഇത്രത്തോളം ഈ ജോളി മധുവിൻ്റെ പരാതികൾ കിടക്കുന്നു MSME മന്ത്രാലയത്തിൽ തന്നെ. അവിടെ നിന്ന് ഇത്രയും ഈ മരണം ഒരു വിവാദമായപ്പോൾ, ഈ കയർ ബോർഡിലെ തൊഴിൽ പീഡനം ഒരു വിവാദമായപ്പോൾ MSME മന്ത്രാലയം അന്വേഷണ കമ്മീഷൻ വയ്ക്കുന്നു. ഈ 3 അംഗ സമിതി ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും ആദ്യം അറിയിക്കേണ്ടത് ജോളി മധുവിൻ്റെ കുടുംബത്തെയാണ്. എന്നാൽ ആ കുടുംബാംഗങ്ങൾക്ക് ഇതുവരെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. ആ കുടുംബാംഗങ്ങളെ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് സംബന്ധിച്ച് യാതൊരു ധാരണയും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ അതല്ല ജോളി മധുവിൻ്റെ കുടുംബത്തിനോ ഇല്ല. ഏത് രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്നോ ഏതൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരിക എന്നോ ഒരു ധാരണയും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്തരത്തിലായിരിക്കും അന്വേഷണം പോകുക എന്നതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു സ്മൃതി.